السلام عليكم ورحمة الله وبركاته. മഹാനായ ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു തന്റെ മാരിഫത്തു സഹാബ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു സഹാബിയുടെ സംഭവമാണ് ഇന്ന് നമുക്ക് ഉദ്ധരിക്കാനുള്ളത്. അൻസാറുകളിൽപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായിരുന്നു. ഒരു ദിവസം നബിതങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അങ്ങനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു യാത്ര പോവുകയാണ്. അൻസാറുകളുടെ ഒരു വീടിൻ്റെ സമീപത്തിലൂടെ യാത്ര പോകുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ കുളിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സ്ത്രീയെ കണ്ടപ്പോൾ അതൊരു പെണ്ണാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ ആവർത്തിച്ച് നോക്കുകയുണ്ടായി. നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ കുറേ പെണ്ണുങ്ങളെ, സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. അതൊരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ടൗണുകളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാം. സ്ത്രീകളെ കാണലുണ്ട്, സ്ത്രീകളെ നോക്കലുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ കാണുക എന്നത് തെറ്റല്ല. നമ്മൾ വൃക്ഷം കാണും, മതിൽ കാണും, മൃഗങ്ങൾ കാണും, മനുഷ്യർ കാണും, ആട് കാണും, പെണ്ണ് കാണും. അതൊരു കാഴ്ചയാണ്. പക്ഷെ പെണ്ണാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ നമ്മൾ ആവർത്തിച്ച് അതിൽ ആകൃഷ്ടരായി നോക്കുക, ഇതാണ് തെറ്റ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഫൈനലക ഫിൽ ഊല, ഒന്നാമത്തെ കാഴ്ചയുണ്ടല്ലോ അത് നമുക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് പ്രതികൂലമാണ് എന്ന് പറഞ്ഞാൽ നോട്ടം. പെണ്ണിനെ കാണൽ തെറ്റല്ല, പെണ്ണിനെ നോക്കൽ തെറ്റാണ്. അപ്പൊ നമ്മൾ ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട്, അതൊക്കെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ പെണ്ണാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കിപ്പോവുക, ശ്രദ്ധയോടുകൂടെ നോക്കുക, അത് തെറ്റാണ്. അപ്പൊ ഈ അൻസാരിയായ ഈ സ്വഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്. ആ സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെയും ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കി. അപ്പോഴാണ് മനസ്സിലാക്കിയത്, മനസ്സിലേക്ക് ചിന്ത വന്നത്, പടച്ചവനെ അതൊരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നോക്കിപ്പോയല്ലോ, അത് തെറ്റല്ലേ, അത് കണ്ണിന്റെ വ്യഭിചാരമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അന്യ സ്ത്രീയെ നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം, അന്യ സ്ത്രീയെ തൊടുന്നത് കയ്യിന്റെ വ്യഭിചാരം, നടക്കുന്നത്, അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത് കാലിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിനെ ചിന്തിക്കുന്നത് അതും ഖൽബിന്റെ വ്യഭിചാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഒരു ഹദീസ് അപ്പോഴേക്ക് മനസ്സിൽ വന്നു, ഒരു പെണ്ണാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് ഞാൻ നോക്കിപ്പോയല്ലോ പഠിച്ചത് തെറ്റാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യമായി നബി തങ്ങൾ എന്നെ ഒരു വിഷയത്തിലേക്ക് വിട്ടിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു പോയല്ലോ എന്ന് ആ സ്വഹാബി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. പടച്ചവനെ, ഇനി ഇതിനെ തുടർന്ന് എന്തെങ്കിലും വല്ല വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുമോ എന്ന് അദ്ദേഹത്തിന് വലിയ ആദിയായിപ്പോയി. നമ്മളൊക്കെ വളരെ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സ് ഉടനെ നമുക്കുണ്ടാകണം. ഒരാളൊരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ആ തെറ്റ് രേഖപ്പെടുത്തൂല എന്നാണ്. ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ ഉടനെ രേഖപ്പെടുത്തും.
അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഒരാളൊരു നന്മ ചെയ്താൽ ഉടനെ മലക്കുകൾ ആ നന്മ രേഖപ്പെടുത്തും. തെറ്റ് ചെയ്താൽ ഉടനെ ആ തെറ്റ് രേഖപ്പെടുത്തൂല. ആ തെറ്റിനെ മറികടക്കുന്ന ഒരു നന്മ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് മലക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ആ മനുഷ്യന്റെ സാലബ എന്ന് പറയുന്ന സ്വഹാബിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം. അതിനെ തുടർന്ന് പിന്നെ പേടി വർദ്ധിച്ചു. ഇനി നബിതങ്ങളെ ഞാൻ എങ്ങനെ കാണുക എന്നായി. എൻ്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചിട്ട് ഈ വ്യഭിചരിച്ച കണ്ണുകൊണ്ട് ഇനി നബിതങ്ങളെ എങ്ങനെ കാണും? എന്താണ് വിഷയം? ഒരു സ്ത്രീയാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് നോക്കിപ്പോയി. ഇതാണ്. അതുകൊണ്ട് പേടിച്ച് ഭയവിഹ്വലനായ സാലബത്ത് ഇബ്നു അബ്ദുർറഹ്മാൻ റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി. എന്തിനാ? ഞാൻ തൗബ ചെയ്ത് എൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തനായതിന് ശേഷം മാത്രമേ ഇനി ഞാൻ നബിതങ്ങളെ കാണുള്ളൂ. എന്നെക്കുറിച്ച് വല്ല വഹിയും നബിതങ്ങൾക്ക് വന്നാൽ അത് റസൂലുള്ളാഹി തങ്ങൾ പരാമർശിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിൽ വഷളായില്ലേ, പിന്നെ എന്തിനു ജീവിക്കണം? അഭിമാനമാണ് പ്രശ്നം. അത് ചിന്തിച്ചിട്ട് മഹാനവറുകൾക്ക് സാലബ എന്ന് പറയുന്ന സഹാബിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ ആ കാര്യം നിർവഹിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരുന്നതിന് പകരം അദ്ദേഹം ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി ആരാധന നിർവഹിക്കാൻ തുടങ്ങി. ഒന്നല്ല രണ്ടല്ല, 40 ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാലബയെ കാണുന്നില്ല. ഇന്നത്തെ പോലെ മൊബൈലുള്ള കാലമല്ലല്ലോ. ഇന്ന് നമുക്ക് വിവരങ്ങൾ അറിയാനും അന്വേഷിക്കാനും എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ ഏറ്റവും ഉച്ചിയിൽ വികസിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പം എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ലൈവായിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോയി ആ പോയ സാഹചര്യത്തിൽ നമ്മുടെ മുറ്റത്ത് എന്താ നടന്നത്, നമ്മുടെ വീട്ടിലെന്താ നടന്നത്, നമ്മുടെ കടയിൽ എന്താ നടന്നത്, ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മൊബൈലിൽ ലൈവായിട്ട് കാണാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ ഇതിനൊന്നും ഒരു സാഹചര്യം ഇല്ലാത്ത സന്ദർഭത്തിൽ 40 ദിവസമായിട്ട് സാലബയെ കാണാനില്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി വിട്ടതാണ്. പക്ഷേ സാലബയെ കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് സാലബ? സാലബയെ കാണാനില്ലാത്ത ദിവസം വന്നപ്പോൾ സഹാബികൾ പറഞ്ഞു, അല്ലാഹു തആല സാലബയെ കൈയഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാലബയെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അരികിൽ വരുന്നു. യാ മുഹമ്മദു ഇന്ന റബ്ബക യഖറഉ അലൈക സലാം. നബിയെ, അല്ലാഹു തആല നിങ്ങളോട് സലാം പറയുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ യതഅവ്വദു മിൻ നാരി. നിങ്ങളുടെ സഹാബി വൃത്തത്തിൽപ്പെട്ട സാലബ എന്ന് പറയുന്ന സഹാബിയില്ലേ, അദ്ദേഹം ഇന്നാലിന്ന പർവ്വതത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. യാത്ര പോയപ്പോൾ ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിൻ്റെ കാരണം കൊണ്ട് നരകത്തെ പേടിച്ച്, എൻ്റെ നരകത്തെ പേടിച്ച് നിരന്തരമായി അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. ഒരാളുടെ കാര്യത്തിൽ ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെയും സൽമാനിനെയും വിളിച്ചു. യാ ഉമർ, യാ സൽമാൻ, ഇൻതലിഖാ, നിങ്ങൾ രണ്ടുപേരും
പോകണം. എന്നിട്ട് ഫഅ്തിയാനി ബിസാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എവിടെയാണ് ഉള്ളത് എങ്കിൽ അവനെ കൊണ്ടുവരണം. അതാ അബൂ നുഐം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഫഖറജ ഫി അൻഖാബിൽ മദീന. അങ്ങനെ മദീനയുടെ താഴ്വരയിലൂടെ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനെ തേടി നടക്കുകയാണ് രണ്ടാളുകൾ. അപ്പോഴോ ഫലഖിയഹുമാ റാഇൻ മിൻ റിആഇൽ മദീന, അപ്പോൾ മദീനയിലെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ആട്ടിടയന്മാരിൽപ്പെട്ട ഒരാളെ കണ്ടു. യുഖാലു ലഹു ദുഫാഫ, അദ്ദേഹത്തിന്റെ പേര് ദുഫാഫ എന്നാണ്, ആ ആട്ടിടയന്റെ പേര്. ഫഖാല ലഹു ഉമർ, ഉമർ ചോദിച്ചു, യാ ദുഫാഫ ഹൽ ലക ഇൽമുൻ ബിശാബിൻ ബൈന ഹാദിഹിൽ ജിബാൽ, ഈ പർവ്വതത്തിന്റെ ഇടയിൽ താഴ്വരയിൽ എവിടെയെങ്കിലും അപരിചിതനായ ഒരാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, നിങ്ങൾ കണ്ടോ? അപരിചിതനായ വല്ല ആളെയും നിങ്ങൾ ഇതിനിടയിലായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു യുവാവിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഫഖാല ലഹു ദുഫാഫ, അപ്പോൾ ദുഫാഫ പറഞ്ഞു, ലഅല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം, ജഹന്നമിനെ തൊട്ട്, നരകത്തെ തൊട്ട് പേടിച്ചോടിയ ഒരാളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഫഖാല ലഹു ഉമർ, ഉമർ ചോദിച്ചു, വമാ ഇൽമുക അന്നഹു ഹറബ മിൻ ജഹന്നം, ജഹന്നമിനെ തൊട്ട് ഓടിയതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അപ്പൊ ഈ ദുബാബ പറഞ്ഞു, അന്നഹു ഇദാ കാന ഫീ ജൗഫിൽ ലൈലി, രാത്രി പകുതിയാകുന്ന സമയത്ത്, ഖറജ അലൈനാ മിൻ ബൈനി ഹാദിഹിൽ ജിബാൽ, ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരും. വാദിയാൻ യദഉ അലാ ഉമ്മി റഅസിഹി, അയാളുടെ കൈ തലയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വഹുവ യഖൂലു, അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, യാ റബ്ബി ലൈത ഖബദത റൂഹി ഫിൽ അർവാഹ് വജസദി ഫിൽ അജ്സാദ് വലാ തുജർരിദ്നി ഫീ ഫസ്ലിൽ ഖദാ. അല്ലാഹുവേ, എൻ്റെ റൂഹിനെ അങ്ങ് തിരിച്ചു പിടിച്ചോളണം നീ, മരണപ്പെട്ടു പോയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും അങ്ങ് പെടുത്ത്, ഒരിക്കലും തന്നെ നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പരസ്യമായ ഒരു വിചാരണ നടത്തുന്നതിന് ബാക്കിയാക്കി നിർത്തല്ല റബ്ബേ. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയ കാര്യം വേറെ ഒരാളുടെ മുമ്പിൽ വഷളാക്കുന്ന ഒരവസ്ഥ എനിക്ക് നീ വരുത്തല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിരന്തരമായി രാത്രിയായാൽ ഈ താഴ്വരയിലൂടെ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അയാളെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ഇയ്യാഹു നരീദു, അയാൾ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഖാല, അപ്പോൾ പറഞ്ഞു, ഫൻതലഖ ബിഹിം ദുഫാഫത്തു ഫലമ്മാ കാന ഫീ ജൗഫിൽ ലൈൽ, രാത്രി സമയമായപ്പോൾ, ഖറജ അലൈഹിം മിൻ ബൈനി തിൽക്കൽ ജിബാൽ, രാത്രി വരെ ഇങ്ങനെ കാത്തു നിന്നു. പർവ്വതത്തിൽ എവിടെയെന്ന് വിചാരിച്ചാൽ കാത്തു നിൽക്കുന്നത്? അതുകൊണ്ട് പർവ്വതത്തിന്റെ താഴ്വരയിൽ അർദ്ധരാത്രിയിൽ ആ മനുഷ്യൻ ഇറങ്ങി വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴോ ഖറജ അലൈഹിം മിൻ ബൈനി തിൽക്കൽ ജിബാലി വാദിഅൻ യദഹു അലാ ഉമ്മി റഅസിഹി, അതാ തലക്കുമേലെ കൈവച്ചുകൊണ്ട് ഒരാള് അതാ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു, യാ ലൈത ഖബദത റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലാ തുജർരിദ്നി ലിഫസ്ലിൽ ഖദാ. നേരത്തെ ദുഫാഫ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, എന്നെ നീ വഷളാക്കല്ലേ, എന്നെ നീ അങ്ങ് മരിപ്പിച്ചേക്ക് റബ്ബേ, ജനങ്ങൾക്ക് മുമ്പിൽ എന്നെ പരസ്യമാക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ സ്ഥലം ഒന്ന് കാലിയാക്കിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. അപ്പോഴോ നോക്കുമ്പോൾ അത് നമ്മുടെ സഹാബിയായ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചാടി വീണു അദ്ദേഹത്തെ ഇങ്ങ് ആലിംഗനം ചെയ്തു. ഫഖാല അൽ അമാൻ അൽ അമാൻ, സാലബ് പറയുന്നു, എനിക്ക് നിങ്ങൾ അഭയം തരണം, എനിക്ക് അഭയം തരണം. അൽ ഖലാസ മിനന്നാർ,
നരകത്തിൽ നിന്നുള്ള മോചനം വേണം. فقال له عمر بن الخطاب عمر بن الخطاب പറയുന്നു അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽപ്പെട്ട ആളാണ് ഞാനും നിങ്ങളും. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങളെ കുറെ കാലമായി കാണാനില്ല, അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ സാലബ ചോദിക്കുന്നു, ഹൽ അലിമ റസൂലുള്ളാഹി ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഖാല, അപ്പോൾ പറഞ്ഞു, ലാ ഇൽമ ലീ, എനിക്കത് പറയാൻ കഴിയില്ല. ഇല്ലാ അന്നഹു ദക്കറക ബിൽ അംസി, ഇന്നലെ നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. അതുകൊണ്ട് ഫഅർസലനീ വസൽമാന ഫീ ത്വലബിക, ഇന്ന് നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എന്നെയും സൽമാനും വിട്ടയച്ചിരിക്കുകയാണ്. നിങ്ങൾ 40 ദിവസമായി നിങ്ങളെ കാണാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതീവ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു, യാ ഉമർ ലാ തുദ്ഖിൽനി അലൈഹി ഇല്ലാ വഹുവ യുസല്ലി, എനിക്ക് നബി തങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരു ജമാഅത്തിന്റെ സമയമാകുമ്പോൾ റസൂലുള്ള മുമ്പിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ബേക്കിൽ വന്നിട്ട് എനിക്ക് കൂടണം. അങ്ങനെയാണ് നബി തങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതുപോലത്തെ ഒരു സമയം നോക്കി പോകണേ. നിസ്കാരത്തിന്റെ സമയമായി ജമാഅത്ത് നടക്കുന്നു. ആ സാലബയെയും കൂട്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരത്തിലാണ്. ഉമറും സൽമാനും അതാ ഒന്നാമത്തെ സഫിലേക്ക്, ഉമറും സൽമാനും സഫിലേക്ക് തന്നെ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാഅത്തിൽ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സാക്ഷ്യം വഹിച്ചു. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം കേട്ടിട്ട് ഹത്താ ഖറ മഗ്ശിയൻ അലൈഹി, സാലബ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. റസൂലുള്ളാഹിന്റെ ഇതുവരെ കുറെ കാലങ്ങളായി 40 ദിവസങ്ങളായി കേൾക്കാത്ത പാരായണം, നബിതങ്ങളുടെ ആ നല്ല ഇമ്പമാറുന്ന ശബ്ദബീജികൾ തൻ്റെ ചവിട്ടിലേക്കങ്ങ് അടിച്ചു വീശിയപ്പോൾ മഹാനവരുകൾ ബോധരഹിതനായി വീണു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി. അപ്പോൾ ഉമറിനെയും സൽമാനിനെയും കാണുന്നു. മാ ഫഅല സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, എവിടെയാണ് സാലബ? നിങ്ങളെ പറഞ്ഞയച്ചത് അദ്ദേഹത്തെ കൊണ്ടുവരാനല്ലേ? അപ്പോൾ ഖാല പറഞ്ഞു, ഹാഹുവദായ റസൂലല്ലാഹ്, നബിയെ നിസ്കാരത്തിന്റെ ജമാഅത്തിൽ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ എണീറ്റു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ സാലബ ബോധരഹിതനായി കിടക്കുകയാണ്. റസൂലുള്ളാഹി അരികിലേക്ക് ചെന്നു. യാ സാലബ എന്നിങ്ങനെ കാലിൽ തട്ടി വിളിച്ചപ്പോൾ ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിളി കേട്ടപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ നബിയെ ചോദിച്ചു. ലബ്ബൈക യാ റസൂലല്ലാഹ്. ഫനദറ ഇലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കി. ഫഖാല, നബി തങ്ങൾ ചോദിച്ചു, മാ ഗയ്യബക അന്നി, കുറെ കാലായിട്ട് കാണുന്നില്ലല്ലോ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, ദംബി യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയെ. ആ തെറ്റ് ചെയ്ത കണ്ണുകൊണ്ട് നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു മലയുടെ മുകളിൽ കയറി എൻ്റെ പാപത്തിൽ നിന്ന്, പാപക്കറകളിൽ നിന്ന് കഴുകി വൃത്തിയായതിനു ശേഷം നിങ്ങളുടെ അരികിൽ വരാം എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അഫലാ അദുല്ലുക അലാ ആയത്തിൻ
തംഹു ദുനൂബ വൽ ഖതായാ. സാലബ, നിങ്ങൾക്ക് ഞാനൊരു ആയത്ത് ഓതിത്തരട്ടെയോ? ആ ആയത്ത് പാരായണം ചെയ്താൽ പാപങ്ങൾ മുഴുവനും പുറത്തു നൽകുന്നതാണ്. അങ്ങനത്തെ ഒരായത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഖാല, അപ്പോൾ സാലബ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. ഖാല, അപ്പോൾ പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ദ്വാരക്കുന്ന ദ്വയാണ്. എല്ലാ ദ്വായിലും നമ്മൾ മെഹ്റാബിൽ കേൾക്കുന്ന ദ്വയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ. എല്ലാം ഉണ്ട് ഈ ദ്വയിൽ. ദുനിയാവിലും ഗുണം തരണം പഠിച്ചോനെ, ആഖിറത്തിലും ഗുണം തരണം പഠിച്ചോനെ. ദുനിയാവിൽ എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം എനിക്ക് നൽകണം. ആഖിറത്തിൽ നീ എന്തൊക്കെ നന്മയുണ്ടോ അതും എനിക്ക് നൽകണം. പ്രത്യേകം പറയാനുള്ള കാരണം, പ്രത്യേകം പറയാനുള്ള ഒരു ആവശ്യം, ഫഖിനാ അദാബന്നാർ, നിന്റെ നരകത്തീയിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കണ്ണിയത്ത് ഉസ്താദിനെ ഒരിക്കൽ ദ്വാ സമ്മേളനത്തിന് കൊണ്ടുവന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ 4 പഠിക്കുന്ന സമയമാണ്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ ദ്വാരക്കാൻ കൊണ്ടുവന്നപ്പോൾ ദ്വാ സമ്മേളനത്തിന് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഒരുമിച്ച് കൂടി വലിയ സമ്മേളനമാണ്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ആകെ ദ്വാരുന്നത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക പോരെന്ന് ചോദിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊരു 1.5 മണിക്കൂർ ദ്വാരക്കും നിൽക്കണമല്ല എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ആകെ ഒരൊറ്റ കലിമത്തെ ദ്വാരുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി. ഒരു ദുനിയാവിൽ കിട്ടേണ്ടോ അതിലുണ്ട്, ആഖിറത്തിൽ കിട്ടേണ്ടോ അതുണ്ട്, അത് മതി എന്ന് പറഞ്ഞിട്ട് ആമീൻ ബിറഹ്മതിക റമദാൻ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ സംഗതി അതാണ്. എല്ലാം ഉണ്ടായില്ല. ദുനിയാവിൽ കിട്ടേണ്ടതുണ്ട്, ആഖിറത്തിൽ കിട്ടേണ്ടതുണ്ട്. അപ്പൊ ദുനിയാവിൽ നന്മ വേണം, അതാണല്ലോ ആദ്യം ചോദിച്ചത്. ദുനിയാവ് കഴിഞ്ഞിട്ട് വേണം ആഖിറത്തിൽ പോകാം. അപ്പൊ ദുനിയാവിൽ എന്തൊക്കെ നന്മ ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം, ആഖിറത്തിൽ നന്മ വേണം. നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ പടച്ചോനെ എന്ന ഈ ആയത്ത് അവതരിപ്പിച്ചു കൊടുത്തു. പാപങ്ങൾ പൊറുക്കാൻ വേറെയും ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷെ അന്ന് ആ ആയത്തുകളൊന്നും അവതരിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം ഇസ്ലാം ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഭേദഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദംബി അഅലമു യാ റസൂലല്ലാഹ്, ഈ പറഞ്ഞതിനേക്കാളൊക്കെ മേലെയാണ് എൻ്റെ പാപം നബിയേ. എന്താണ് പാപം? ഒരു പെണ്ണിനെ ഒരിട്ട് നോക്കിയതാണ് പാപം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു തെറ്റ് ചെയ്തപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു വ്യഥയും വിഷമവും എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ കലാമുല്ലാഹി അഅലമു, അല്ല അങ്ങനെ പറയരുത്, പാപത്തേക്കാൾ വലുത് അല്ലാഹുവിൻ്റെ കലാമു തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. സാലബ വീട്ടിലേക്ക് പോയി 8 ദിവസം രോഗിയായി കിടന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹല്ലക ഫീ സാലബ, സാലബയുടെ കാര്യത്തിൽ വല്ല വിവരവും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ നബിയേ? ഫഇന്നഹു ലമ്മം ബിഹി, സാലബന്റെ കാര്യം ഇപ്പോൾ കുറച്ച് ഗുരുതരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് വിഷയം? ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം നോക്കി എന്ന ഒരു കാരണം കൊണ്ട് മാനസികമായി വിഷമിച്ച് ഒരു വലിയ രോഗിയായി സാലബ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂമു ബിനാ ഇലൈ, എന്നാൽ നമുക്ക് സാലബയെ ഒന്നിച്ച് പോയിട്ട് ഒന്ന് രോഗസന്ദർശനം നടത്താൻ വരും. കേട്ടോ, പള്ളിയിൽ നിന്നാണ് പോകുന്നത്. എല്ലാവരും കൂടി സാലബയുടെ വീട്ടിലേക്ക് പോവാൻ. ഫലമ്മാ ദഖല അലൈഹി അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ഫവദഅഹു ഫീ ഹിജ്രിഹി. റസൂലുള്ളാഹിന്റെ സ്നേഹം നോക്കി, തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യന്റെ അരികിലേക്ക് രോഗസന്ദർശനത്തിന് പോയിട്ട് റസൂലുള്ളാഹി കട്ടിലിൽ ഇരുന്നിട്ട് സാലബയുടെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചു. അപ്പോഴോ സാലബ റളിയല്ലാഹു അൻഹു മെല്ലെ ഇങ്ങനെ കുതറി മാറുകയാണ്. റസൂലുള്ളാഹിന്റെ മടിയിൽ നിന്ന് തലയിങ്ങനെ വലിക്കുകയാണ്. അപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലിമ അസിൽത റഅസക അൻ ഹിജ്രി, എൻ്റെ മടിത്തട്ടിൽ നിന്ന് നിന്റെ തലയെ നിങ്ങൾ വലിക്കുന്നത് എന്തുകൊണ്ടാണ് സാലബ?
അപ്പോൾ പറഞ്ഞു ഇന്നഹു മിനദ്ദുനൂബി മൽആൻ, എൻ്റെ ശരീരം പാപപങ്കിലമാണ്, അത് നിങ്ങളുടെ ശരീരവുമായി ഒട്ടിച്ചേരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ബോധപൂർവം നീക്കിയതാണ് നബിയേ. ഖാല റസൂൽ ചോദിച്ചു മാ തജിദു, ഇപ്പോൾ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്? അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വഅദ്മി, നബിയെ എൻ്റെ തോലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ഉള്ളിലൂടെ ഒരു ഉറുമ്പ് അരിച്ചു പോകുന്നത് പോലെ എനിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു ഫമാ തസ്തഹി, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ സാലബ? അപ്പോൾ പറഞ്ഞു മഗ്ഫിറത റബ്ബി, ഒന്നും എനിക്ക് പറയാനില്ല, ചെയ്തു പോയ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടിയാൽ മതി നബിയേ. ഫനസല ജിബ്രീലു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരുന്നു. ഇന്ന റബ്ബക യുക്രിയുക സലാം, അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട് നബിയേ. ലൗ അന്ന അബ്ദി ഹാദാ ലഖിയനി ബിഖിറാബിൽ അർളി ഖതിയതൻ ലലഖീതുഹു ബിഖിറാബിഹാ മഗ്ഫിറാ. സാലബയോട് നിങ്ങൾ പറയണം, ഈ ദുനിയാവ് ഒട്ടാകെ പാപം ചെയ്ത ഒരു അന്തരീക്ഷം സാലബാക്കുണ്ടെങ്കിലും അല്ലാഹു തആലയുടെ മഗ്ഫിറത്ത് അതിന് മാത്രം വിശാലമായ നിലയിൽ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്തിരിക്കുന്നു. അതിന് മാത്രം പാപമോചനം ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ സാലബ തേടിയിട്ടുണ്ട് എന്ന വിവരം നിങ്ങളങ്ങ് അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ ഉഅല്ലിമുഹു ദാലിക, ഈ വിവരം സാലബയെ അറിയിക്കട്ടെ എന്ന് ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് മറുപടി കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോൾ ഫസാഹ സൈഹാ, അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ് സാലബ ഈ സന്തോഷം കൊണ്ട്. ഉടനെ ആ കിടത്തത്തിൽ മരണപ്പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിപ്പിക്കാൻ പറഞ്ഞു, കഫൻ ചെയ്യാൻ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ നേതൃത്വം നൽകി. എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലിൻ്റെ വിരലിങ്ങനെ കുത്തിയാണ് റസൂലുള്ളാഹി നടക്കുന്നത്. സഹാബത്ത് ചോദിച്ചു, നബിയേ റഅയ്നാക തംശി അലാ അത്റാഫി അനാമിലിക, നിങ്ങൾ വിരൽ കുത്തിയാണല്ലോ സാനബിയുടെ ജനാസ സംസ്കരണം സമയത്ത് നിങ്ങൾ നടന്നുപോയത്, എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ റസൂൽ പറഞ്ഞു വല്ലദീ ബഅസനി ബിൽ ഹഖി മാ ഖദർതു അൻ അദഅ റിജ്ലി അലൽ അർദി മിൻ കസറത്തി അജ്നഹതി മൻ നസല ലിയശയ്യഅഹു മിനൽ മലായിക. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബിയുടെ സംസ്കരണത്തിന് വേണ്ടി ഒരുപാട് മലക്കുകൾ ഇവിടെ ഇറങ്ങി അവരുടെ ചിറകിൽ ഞാൻ ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വിരൽ കുത്തി സഞ്ചരിച്ചത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, ഒരു തെറ്റും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര ചെറിയ തെറ്റ് ചെയ്താലും അത് പടച്ചോനെ വലിയ തെറ്റാണ് എന്ന ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ പരിശുദ്ധനാക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ വിചാരിക്കും അത് ഇപ്പം അതല്ലേ, അത് ചെറുതല്ലേ. അങ്ങനെയല്ല. തെറ്റുകൾ, ചെറിയ തെറ്റ്, വലിയ തെറ്റ്, ഒരു തെറ്റ് ചെറുതായി കാണുന്നതാണ് യഥാർത്ഥത്തിൽ ആ തെറ്റിനേക്കാൾ വലിയ തെറ്റ്. ഒരു തെറ്റ് ചെറുതായി കാണുന്നതാണ് തെറ്റിനേക്കാൾ വലിയ തെറ്റ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹുവേ അതൊരു വലിയ പാപമാണ് എന്ന മനോഭാവത്തിൽ അല്ലാഹുവിനോട് നമ്മൾ തൗബ ചെയ്യണം. എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ആ തൗബ അല്ലാഹു തആല പുറത്തു തരും. പക്ഷേ നമ്മൾ അല്ലാഹുവിനോട് നിരന്തരമായി പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, സാലബ എന്ന സഹാബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം പാപരഹിതമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ പാപക്കറകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ.
ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. നിന്റെ ദീനിന് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ.